ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കണ്ടന്റ്. ഈ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഭയങ്കര ഷോർട്ടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഭയങ്കര ഷോർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇട്ടാൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. കാരണം ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയത് ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റുള്ള വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയതും ഞാൻ ചെയ്യുന്നതും. എത്രത്തോളം ഓഡിയോ ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ മൈക്കോ ഹെഡ്സെറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫോണിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ BSc അഗ്രികൾച്ചർ അഥവാ അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് വരാൻ പറ്റുന്നത് ഇപ്പോൾ വെറ്റിനറി ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ എന്താ പറയുക ഫോറസ്ട്രി, പിന്നെ ക്ലൈമറ്റ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അങ്ങനെ ബാങ്കിങ്, അതൊക്കെ നമ്മുടെ KIUൻ്റെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സസാണ്. അപ്പോൾ അതിൽ തന്നെ ഇവർക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസ് വരുന്നത് സെൽഫ് ഫിനാൻസിംഗ് ആയിട്ടും അല്ലാതെ ഗവൺമെൻറ്റിൻ്റേതായിട്ടും വരുന്നത് പാണക്കാട്, കാസർഗോഡ് വരുന്നുണ്ട്, അമ്പലവയൽ, വയനാട് വരുന്നുണ്ട്, പിന്നെ തൃശ്ശൂർ, വെള്ളാനിക്കര വരുന്നുണ്ട്. വെള്ളാനിക്കര എന്ന് പറഞ്ഞതാണ് മെയിൻ ക്യാമ്പസ്, കാരണം അവിടെയാണ് നമ്മുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് കോട്ടയം, കുമരകം, പിന്നെ തിരുവനന്തപുരത്ത് വെള്ളായണി, സോറി കേട്ടോ, തിരുവനന്തപുരത്താണ് വെള്ളാനിക്കര, തൃശ്ശൂർ വെള്ളായണിയാണ്. ഞാനിപ്പോൾ അഗ്രികൾച്ചർ സെക്കൻഡ് സ്റ്റുഡൻ്റ് ആണ്, എന്നാൽ കൂടി എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാർക്കും മാറുന്ന ചിലരുണ്ട് കേട്ടോ. കാരണം വെള്ളായണി, വെള്ളാനിക്കര, തിരുവനന്തപുരം, തൃശ്ശൂർ നമ്മളങ്ങനെ ചിലപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, അറിയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു. അപ്പം ഇത്തരം ക്യാമ്പസാണ് വരുന്നത്. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിംഗ് ആയിട്ട് അമ്പലവയലായാലും കുമരകത്തായാലും സെൽഫ് ഫിനാൻസിംഗ് ആയിട്ട് തുടങ്ങിയ 2 കോളേജുകളാണ്. വളരെ ചുരുക്കം കൊല്ലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കോഴ്സ് തുടങ്ങിയിട്ട് തന്നെ. അപ്പം എല്ലാം നല്ല കോളേജാണ്. എന്നിരുന്നാലും ഗവൺമെൻറ്റിന് അത്ര ഫെസിലിറ്റീസ് സെൽഫ് ഫിനാൻസിൽ വരില്ല. കാരണം അതിൻ്റേതായ ഫണ്ടിൻ്റേതായാലും എക്സ്പീരിയൻസ് ആയാലും അവരുടെ ഫോർമാലിറ്റീസ് ആയാലും എല്ലാം നമുക്ക് ടൈം എടുത്ത് മാത്രമേ ഇവർക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ, നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് വരാനും പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നതിൻ്റെ അത്ര ലെവലിലോട്ട് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത് കിട്ടില്ല. അത് ഏത് കോഴ്സ് ആയാലും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc ഈ ഒരു മേഖലയിലോട്ട് വരണം എന്നുള്ളവർക്ക്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തായാലും എൻട്രൻസ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ നീറ്റ് ആഫ്റ്റർ +2 നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കേണ്ട എൻട്രൻസ് എക്സാമിൽ നീറ്റ്, COET, ICAR ഈ 3 പിന്നെ കീം മസ്റ്റാണ്. കേരള അഗ്രികൾച്ചർ ഇതിലേക്ക് വരുന്നവർക്ക് കീം എക്സാം എഴുതണ്ട, പകരം കീം രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ICARൻ്റെതും രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. മുൻപ് ICARന് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു, പക്ഷേ 2024 മുതൽ ICARനുള്ള എക്സാം അതിൻ്റെ ഒരു എക്സാം ഇത് മാറ്റിയിട്ട് CUETയിലേക്ക് ആക്കിയിട്ട് ICAR ജസ്റ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ കൊടുക്കേണ്ട ആ ഒരു പ്രൊസീജിയറിലോട്ട് മാത്രം മാറ്റി. അപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് നീറ്റും CUET ആണ്. കീമും ICARും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. കാരണം റാങ്ക് ലിസ്റ്റ് വരുന്നതും ഓപ്ഷൻ കൊടുക്കേണ്ടതും നമ്മൾ സെലക്ട് ചെയ്യുന്നതും ഈ ഒരു കീം ICAR വഴിയാണ്. ICAR സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതും CUET ICAR സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതും കീം പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്കാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. നീറ്റ് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്, ഇൻ്റർനാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പം അതിൻ്റെ പ്രോസ്പെക്ട്സും കാര്യങ്ങളും നമുക്ക് ഓരോ ഇയറിൽ അവരെ സൈറ്റ് നോക്കി പ്രോസ്പെക്ട്സ് നോക്കിയിട്ട് കണ്ടീഷൻസ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. കാരണം നോർമലായിട്ട് പറയുകയാണെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഡ്രസ്സിങ്സിൻ്റെ, അതായത് നമ്മളെങ്ങനെയാണോ ഉറങ്ങിച്ച് പോകുന്നത് ആ ഉറങ്ങിയിട്ട്, കാരണം സ്ക്രഞ്ചീസ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ ബൺസ് യൂസ് ചെയ്യാം, ഫ്രഞ്ചീസ് പോലും നമുക്ക് എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പോയവർക്ക് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് എന്തായാലും മനസ്സിലാവില്ല. കാരണം ഞാനൊക്കെ വണ്ടടിച്ച് പോയി എഴുതിയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഴുതുകയും ചെയ്തു. അതെന്തോ ദൈവത്തിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഏത് കാര്യത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ഉള്ളതോ അത്യാവശ്യം ഫാഷൻ സെൻസ് ഉള്ളതായിട്ടുള്ള ഒരു ഡ്രസ്സോ ഹെയർ സ്റ്റൈലോ ഒന്നും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പെന്നോ, പിന്നെ ഹാൾ ടിക്കറ്റും അഡ്മിറ്റ് കാർഡ്, പിന്നെ ഫോട്ടോ, ആധാർ കാർഡ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, ഇത്രയും അലോഡ് വേണം. ചിലവർ മുക്കുറ്റി അലോഡ് ചെയ്യും, അല്ലാത്തവർ അത് അലോഡ് ചെയ്യില്ല, അയപ്പിക്കും. എന്നെയൊക്കെ അയപ്പിച്ച് കേട്ടോ. രണ്ടാമത് ഞാൻ കുട്ടിയതാണ്, അത് അവിടെ ഗേറ്റിൻ്റെ പുറത്ത് ഒന്നും പറയാനില്ല. ഞാൻ മാത്രം കുറേ കുട്ടികൾ ഇതാക്കുക. അതൊക്കെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുന്ന അറിയാത്ത കുറേ ആക്കണം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആൾക്കാരിലോട്ട് എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങനെ അറിയപ്പെടുന്നില്ല. ഇപ്പോൾ എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്, അറിയപ്പെടുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിപ്പോൾ ഇയർലി അതിനെ ബേസ്ഡ് ചെയ്തിരിക്കും. അപ്പോൾ എൻട്രൻസ് എഴുതി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യേണ്ടതും ആ ഒരു രീതിയിലോട്ടാണ്. ICAR എന്ന് പറയുമ്പോൾ ICAR വിളിക്കുന്ന സമയത്തായാലും CUET റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്തായാലും നമ്മൾ നീറ്റിൻ്റെതായാലും കീമിൻ്റെതായാലും എല്ലാം യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റ് വരെ നമ്മൾ ഡെയിലി ഏതൊക്കെ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ആ സമയത്തൊക്കെ ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഏത് സമയത്ത് പോലത്തെ 2 മണിക്കെല്ലാം വേണമെങ്കിൽ അപ്ഡേഷൻ ഇടും, നാളെ റാങ്ക് ലിസ്റ്റ് ഇടും, അല്ലെങ്കിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നാളെ 2 ദിവസത്തിനുള്ളിൽ ഓപ്ഷൻ കൊടുക്കണം, 2 ദിവസത്തിനുള്ളിൽ ഇന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള മണ്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഏത് സൈറ്റിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വരാനുള്ളത്, ആ സൈറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം.
ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ്സ് ഇതാക്കണം. പിന്നെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്ത് ഇതാക്കണം. പിന്നെയും വീണ്ടും അപ്ലോഡ് ചെയ്യണം. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള അപ്ലോഡ് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരും, റിമാർക്സ് ആയിട്ട് വരും, വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ ചൊറയുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് ഇതാകുമ്പോൾ ചിലപ്പോൾ മെയിൽ വരും, അങ്ങനെ വരും ഓപ്ഷൻസ്. പിന്നെ ഓപ്ഷൻസ് കൊടുക്കേണ്ടതിൽ നമുക്ക് വേണ്ട കോളേജസും കോഴ്സസും ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് വെക്കണം. അതിനുശേഷം ആയിരിക്കണം ഓരോ ഇൻട്രസ്റ്റ് കുറഞ്ഞ കോഴ്സസും കോളേജസും ആയിട്ട് കുറച്ച്, അതായത് മുകളിൽ താഴേക്കുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം അത് എടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രിഫറൻസ് എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അറൗണ്ട് ഈ ഒരു അപ്ലിക്കേഷനും എക്സാമും അല്ലാത്ത ചിലവും എല്ലാം കൂടി ഒരു 10,000 അടുത്ത് വരും. ഞാനൊക്കെ അതിൻ്റെ ഡബിൾ ഒരു 30,000 പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. കാരണം കിട്ടൂലോ ഹോപ്പൊക്കെ വെച്ച് കളഞ്ഞിട്ട് വേറെ കോഴ്സ് എടുത്ത് ചേർന്നിട്ട് ഇത് കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയതാണ്. കാരണം നമ്മുടെ ഡ്രീം ഇതാണല്ലോ. അപ്പം അങ്ങനെ, അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഏകദേശം എല്ലാം നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് പ്രൊസീജിയറും പ്രോസ്പെക്ട്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ആക്കിയാൽ നമുക്ക് നീറ്റിനും CUT-ക്കും യൂസ് ചെയ്യാം. അപ്പോൾ CUT വേണ്ട സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നീറ്റിന് വേണ്ടി വരില്ല. അങ്ങനെ ഉണ്ടാവും. എന്നാലും നമുക്ക് എടുത്ത് വെച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല. എല്ലാം എടുത്ത് വെക്കുന്നതാണ്. ഇപ്പോൾ നോൺ ക്രിമിനൽ ആയാലും ഇൻകം ആയാലും ഡൊമിഷ്യൽ ആയാലും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആയാലും അതൊക്കെ നമുക്ക് +2 ശേഷമാണ് ആവശ്യം വരുന്നത്. +2 വരെ നമ്മൾ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട രക്ഷിതാക്കളും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. +2 ശേഷമാണ്. അപ്പോൾ +2 കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിരിക്കുവാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് വെച്ചാൽ ആ ഒരു സമയത്തേക്ക് കിട്ടും. കാരണം നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും വാങ്ങേണ്ടതായതുകൊണ്ട് ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടും വേണം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്യാമ്പസ് ആയ തൃശ്ശൂർ പോയിട്ട് നമ്മുടെ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ടായ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഇതിന് എലിജിബിൾ ആണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫോട്ടോസ് സിഗ്നേച്ചർ അല്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് എന്തൊക്കെ കിട്ടുമോ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ എടുത്തത്. ഇപ്പോൾ NSS ആയാലും SPC ആയാലും അതല്ല VHS പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ OJTയുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് തൃശ്ശൂർ മെയിൻ ക്യാമ്പസ് പോവുക. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ അവർ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരും. അതെടുത്തിട്ട് നമുക്ക് ഏത് ക്യാമ്പസിലാണ് ജോയിൻ ചെയ്യേണ്ടത് അവർ പറയുന്ന ആ ഡേറ്റിന് നമ്മൾ ജോയിൻ ചെയ്യണം. കാരണം ആ ഡേറ്റ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പിന്നെ നമ്മുടെ ഓരോ ഇതും ചെയ്തു വരുന്നത്. പിന്നെ പറയുന്നത് BSc അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റിനെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇതേ പ്രൊസീജിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ BSc അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു തന്നത് എല്ലാ കോഴ്സും ഇതിൻ്റെ അണ്ടർ വരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമാണ് പറഞ്ഞത്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ BSc അഗ്രികൾച്ചറിൻ്റെതാണ്. അത് തെറ്റിദ്ധരിക്കരുത്, പൊങ്കാല ഇടരുത്. കാരണം പൊങ്കാല ഇടുന്നതാണല്ലോ സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റാൻ ഇങ്ങനെ സമൂഹം കാത്തു നിൽക്കുന്ന ടൈപ്പാണ് ഇപ്പോഴത്തെ അത്. അപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കുക. അതായത് നമുക്ക് ഏത് ക്യാമ്പസിലാണോ ഇതിന് സബ് ക്യാമ്പസ് കിട്ടിയാൽ അവിടെ തന്നെയാണെങ്കിൽ അവിടുത്തെ വേറെ ബിൽഡിങ്ങിലായിരിക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ കോളേജിൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വേണ്ടത് ഹോസ്റ്റലും ഫുഡ്. അപ്പോൾ ഹോസ്റ്റൽ ഇല്ലാത്ത കോളേജാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് PG അല്ലെങ്കിൽ ഹോസ്റ്റലോ നോക്കേണ്ടി വരും പ്രൈവറ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇപ്പം കോമ്പറ്റീഷൻ ലെവലിലോട്ട് എൻട്രൻസ് എക്സാം ആയാലും എന്ത് എക്സാം BSc എക്സാം ആയാലും ഏത് എക്സാം ആയാലും കോമ്പറ്റീഷൻ ലെവലിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്. സോ ഇതുപോലെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ എത്ര മാർക്ക് വേണം അല്ലെങ്കിൽ എത്ര കട്ട് ഓഫ് വേണം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓരോ ഇയർലി ഉള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണവും ആ എഴുതിയ സ്റ്റുഡൻസിൻ്റെ മാർക്സിൻ്റെ ബേസിലും ആയിരിക്കും കട്ട് ഓഫും മാർക്സും ഒക്കെ വരുന്നത്. ഇപ്പോൾ 40, 50 എടുത്തതുണ്ട്, 350 എടുത്തതുണ്ട്. അറൗണ്ട് നമുക്കിപ്പോൾ ഗൂഗിളിലോ അല്ലാതെ നമ്മൾ ഏതെങ്കിലും സോഴ്സിലോട്ട് അഗ്രികൾച്ചർ കിട്ടാൻ എത്ര മാർക്ക് വേണമെന്ന് ചോദിച്ചാൽ 200 മുതൽ 150 മുതൽ മതി എന്ന് പറയും. പക്ഷേ വിത്ത് ഓരോ കാറ്റഗറി SST ആയാലും OEC അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഇത്ര മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷേ അത് ഓരോ ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ അടുത്ത റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ ഇതെവിടെ വരുന്ന ഉള്ളതുപോലെ ആയിരിക്കും ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അല്ലാതെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന റാങ്കിന് കിട്ടും അല്ലെങ്കിൽ ഇന്ന മാർക്കിന് കിട്ടും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ നമുക്ക് പറഞ്ഞു തരാനോ പറ്റത്തില്ല. കാരണം നമ്മൾ ഇങ്ങനെ കയറിപ്പോയതാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ ഇയർലി ബേസ്ഡ് ആയിട്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിന് ഇത്ര പറയാനുള്ളൂ. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വരുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പം 3 ഇയർ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒരു ഏതൊരു സെമ്മിൽ നമുക്ക് ഓൾ ഇന്ത്യ ടൂർ വരും. വെച്ചാൽ അങ്ങനെ എല്ലാ ഇതുമല്ല, അതായത് 28 സ്റ്റേറ്റ്സ് അല്ല. അതിൽ ഒന്നിക്കുക സൗത്ത് ഇന്ത്യൻ ടൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ടൂർ ഒരു മിനിമം സ്റ്റേറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് വരും ഒരു സെമ്മിൽ. അത് തേർഡ് ഇയറിൽ അങ്ങനെ ഒരു സെമ്മിലായിരിക്കും. അതിപ്പോൾ ഓരോ സിലബസ് അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ 4th ഇയറിൽ ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. അതിൽ 6 മന്ത്സ് പ്രൊജക്റ്റും അല്ലെങ്കിൽ 6 മന്ത്സ് റാവി അതായത് ഇൻറ്റേൺഷിപ്പിനുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ RIRSലോ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് എടുക്കുന്നതായിരിക്കും അത്. പിന്നെ ആ 4 കൊല്ലത്തെ നമുക്ക് പറ്റിയും ബാക്കി നമ്മുടെ വീട്ടിൽ പോവാം. അതാണ് വേറെ കാര്യം. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹോസ്റ്റൽ എസെൻഷ്യൽസ് അതൊക്കെ പറയുകയാണെങ്കിൽ ഇത് തന്നെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ലോങ് വീഡിയോ അല്ലേ നല്ലത്. ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഏത് പട്ടിക്കാട്ടിലാണ് പോകുന്നത് അല്ലെങ്കിൽ എത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് പറഞ്ഞാലും നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ മേടിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയും. കാരണം ഞാൻ കളിയാക്കളെ കേട്ടിട്ടുണ്ട്. എന്തിനാ വീട്ടിൽ പോകുമ്പോൾ എല്ലാം വാരി വെച്ച് കൊണ്ടുവരുന്നത്, ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടാത്തതാണെന്ന് ചോദിക്കാറുണ്ട്. വെച്ചാൽ എനിക്കത് ഇഷ്ടം.
നമ്മൾ ഞാൻ കറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാം മേടിച്ചപ്പോഴത്തെ ഒന്ന് സെറ്റാക്കി വെക്കുന്നതാണ്, അതിനെക്കുറിച്ച് വറീഡ് ആവാനോ അതൊന്നും ആവാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ എല്ലാം ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാം മേടിച്ച് കൂട്ടി അവിടെ സെറ്റാക്കി വെക്കാം. അത് നാളത്തേക്കുള്ള കാര്യമാണെന്ന് കൂടി അത് മേടിച്ച് സെറ്റാക്കുന്ന സ്വഭാവമാണുള്ളത്. അപ്പം അങ്ങനെ ഇല്ലാതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇതില്ലല്ലോ അപ്പോൾ അത് വാങ്ങണം, പിന്നെ അത് മടിയോ, പിന്നെ അത് നടക്കില്ല. അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന സമയം നമ്മളെല്ലാം നമുക്ക് എന്തെല്ലാം വാങ്ങാൻ പറ്റുമോ, എന്തൊക്കെ ആവശ്യം വരുമോ വരാതിരിക്കും എല്ലാം മേടിച്ച് കൂട്ടുന്നതായിട്ട് നല്ലത്. ഹോസ്റ്റൽ ലൈഫ് ആയതുകൊണ്ട് മടി എന്ന് പറയുന്നത് നമുക്ക് ഇല്ലെങ്കിൽ കൂടി വരും, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അട്രാക്ട് ചെയ്ത് വരും. ഒരു വീഡിയോ എടുക്കുമ്പോൾ കാക്കയുടെ ശല്യം, ഒരു വീഡിയോ എടുക്കുമ്പോൾ നായയുടെ ശല്യം, ഇതൊക്കെ കഴിയേണ്ട മനുഷ്യന്മാരുടെ ശല്യം. എന്തൊക്കെ ചെയ്യണം, മനുഷ്യന്മാരെ നന്നാക്കാൻ ഇവിടെ ആരും സമ്മതിക്കാൻ പാടില്ല കേട്ടോ. ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 1 by 1 ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതല്ലാതെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാം സെപ്പറേറ്റ് ഹോസ്റ്റൽ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ. കാരണം അതുമായിട്ട് സസ്റ്റ് ചെയ്യുന്നവർക്ക് അത് മാത്രം കിട്ടിയാൽ മതിയല്ലോ. കാരണം ഇത്രയും മിനിറ്റുള്ള വീഡിയോ ആരും ഇരുന്ന് കാണത്തില്ല, അതിനെപ്പോഴും ഒരു നേട്ടം കാണത്തില്ലേ. അപ്പം 1 by 1 ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസിലാകുമ്പോൾ പെന്ന് ഒരു ബോക്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പെൻസിൽ, റബ്ബർ, കട്ടർ, A4 ഷീറ്റ് ബണ്ടിൽ, പിന്നെ കുറച്ച് ക്ലിപ്പ് ഫയല്, പിന്നെ മറ്റേ സ്റ്റിക്ക് ഫയല്, പിന്നെ പേപ്പർ ഫയല്. ചിലപ്പോൾ ഈ അത്രയ്ക്ക് എന്താ പറയുക, പിള്ളേരെ കൊണ്ട് റിവെഞ്ച് അടിപ്പിക്കുന്ന കുറച്ച് പ്രോസസ്സാണ്, അവർക്കൊക്കെ പേപ്പർ ഫയൽ കിട്ടിയാലേ മതിയാവും. അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മൾ പേപ്പർ ഫയൽ തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ പേപ്പർ ഫയൽ വേണം. പിന്നെ ചിലപ്പോൾ റെക്കോർഡ് നമുക്ക് മറ്റേ ബുക്ക്, അതായത് പ്ലസ് 2 നമ്മുടെ കെമിസ്ട്രിക്ക് ബയോളജിക്ക് എഴുതിയ റെക്കോർഡ് അല്ലാതെ പ്രിൻറ്റഡ് റെക്കോർഡായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തോട്ടയാണെങ്കിൽ നമ്മുടെ പഞ്ചിങ് ഹോൾ ഇടുന്ന സാധനം വരും, പഞ്ചിങ് ഹോൾ, ആ സാധനം വേണ്ടി വരും. കാരണം ഇരക്കുന്ന പരിപാടി നമ്മൾ ഈ സമയത്ത് നമുക്ക് നിർത്തും. കാരണം ഇരങ്ങി മടുക്കും, അവർക്കും മടുക്കും തന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ ഇല്ല, നമ്മൾ ക്രൗഡിനെ ഫോളോ ചെയ്യാതെ ക്രൗഡ് നമ്മളെ ഫോളോ ചെയ്യണം, ആ ഒരു തോട്ടായിരിക്കണം അതിൻ്റെ പോലെ തോട്ടായിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ അത് വേണം. പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാപ്ലെയർ, പേപ്പർ ക്ലിപ്പ്, പിന്നെ സ്കെച്ച്, ഗ്ലൂ, പൗച്ച്, ഹൈലൈറ്റർ, പിന്നെ ബുക്സ്, ലാമ്പ്, അല്ല മറ്റേ സ്റ്റാൻഡിങ് ചെറിയ ടേബിളൊക്കെ ഉണ്ടല്ലോ അത്. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും നിലത്തിരുന്ന ബെഡിൽ എഴുതുന്നതിന് ലിമിറ്റും കാര്യം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബെഡിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കട്ടിയുള്ള പദ്ധതി വെച്ച് എഴുതാം, അങ്ങനെയാണെങ്കിൽ അത്. പിന്നെ കത്തിക, പിന്നെ നമ്മൾ അഗ്രികൾച്ചർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ മറ്റേ പിന്നുണ്ട്, പേപ്പർ പിന്നുണ്ടല്ലോ നമ്മൾ ഈ നോട്ടീസ് ബോർഡിലൊക്കെ ഒട്ടിക്കുന്ന പിന്ന്. കാരണം അത് എൻഡമോളജിയിൽ വേണ്ടി ഇൻസെക്റ്റിനെ കുത്താൻ ഇതൊക്കെ വരുന്നുണ്ട് മക്കളെ. കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുണ്ട് അറിയിക്കും നമ്മളെ. എൻഡമോളജി ഒരു ഇതാണ് കേട്ടോ, അത് ഓരോരാൾക്ക് ഓരോ പോലെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പം ഇരിക്കത്തില്ല. പ്രാണീനെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻഡമോളജി ഭയങ്കരമായിരിക്കും. കാരണം PhD എടുക്കുന്നവർക്കുണ്ടല്ലോ. പിന്നെ ഇതല്ലാതെ എന്താണ് പുതപ്പ്, 2 ബെഡ്ഷീറ്റ്, 2 ജോഡി പില്ലോ കവർ, പിന്നെ ഒരു സെറ്റ് മാസ്ക്, ഒരു സെറ്റ് സാനിറ്റൈസർ, ഒരു ഗ്ലൗസ്, ടിഷ്യൂവിൻ്റെ സെറ്റ്, പിന്നെ അല്ല ചില്ലറ മെഡിസിൻസ്, പിന്നെ അല്ല നമ്മുടെ ഡെയിലി മെഡിസിൻ, എൻ്റെ ആരോഗ്യ കോഴ്സിനോ അല്ലെങ്കിൽ അല്ല എന്തെങ്കിലും ഡിസീസിന് നമ്മൾ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അത്. പിന്നെ അലർജി ഇല്ല നെബുലൈസർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കും. കാരണം നമ്മളെ കൊണ്ടുപോകുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോവുകയും ചെയ്യും. എന്നാലും ഇതൊക്കെ ഉള്ളത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നല്ലതാണ്. അപ്പോൾ അത്. പിന്നെ എക്സ്ട്രാ യൂണിഫോംസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാബ് കോട്ടും അതുപോലെ കാക്കിയുടെ യൂണിഫോമും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് ഫീൽഡ് വർക്കിനും ലാബിലും. അപ്പോൾ അത്. പിന്നെ അത് വാഷ് ചെയ്യാനായിട്ടുള്ള ഡിറ്റർജൻറ്റ്, കൂടുതൽ സോപ്പ് യൂസ് ചെയ്യാം. അതുപോലെ സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലിക്വിഡ് ഡിറ്റർജൻറ്റും അതുപോലെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പിന്നെ യൂസ് ചെയ്യാനും അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിമ്മ്, നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു വിമ്മ്, പിന്നെ ലഞ്ച് ബോക്സിൻ്റെ അതൊക്കെ വെച്ചിട്ടാക്കണം, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, പിന്നെ അതല്ലാതെ എക്സ്ട്രാ ഒരു ഇത്, പിന്നെ സ്ക്രബ്ബർ, പിന്നെ ബോട്ടിൽ വാഷ് ചെയ്യേണ്ട സാധനം. കാരണം അവിടുത്തെ വളർക്കതാണെങ്കിൽ OCD ഉള്ളവർക്കൊന്നും പറ്റത്തില്ല. പിന്നെ അതല്ലാതെ പറഞ്ഞൊക്കെയാണ് പേസ്റ്റ്, പിന്നെ ഫേസ് വാഷ്, പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇടുന്ന ക്ലോത്ത് ക്ലിപ്പ്. അയലില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുന്നത് എനിക്കറിയില്ല, ഞാൻ കണ്ണൂരാണെങ്കിൽ കണ്ണൂരിൻ്റെ ഭാഷ ഞാൻ പറയത്തുള്ളൂ. അയലിടുന്ന സാധനം അതിപ്പോൾ നമുക്ക് മീഷോയിലും അതൊക്കെ കിട്ടും, ക്ലിപ്പ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള അതായാലും മതി, നമുക്ക് രണ്ടും കിട്ടുമല്ലോ. അതല്ലാതാണെങ്കിൽ കയറുന്ന മറ്റേ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ആയുധമാണെങ്കിൽ നടി നല്ലത്. അപ്പോൾ അത് ചില സ്ഥലത്ത് അതുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ അത് യൂസ് ചെയ്യണം. പിന്നെ മഗ്, ബക്കറ്റ്, അതിപ്പോൾ ഒരു ബക്കറ്റ്, ഞങ്ങൾക്കൊരു ബക്കറ്റ് കൊണ്ട് ജീവിക്കുന്നവരാണ്, അതല്ലാത്ത 2 ബക്കറ്റ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പിന്നെ പില്ലോയും ബെഡും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും, ചിലപ്പോൾ ബെഡ് മാത്രം ഉണ്ടാവും, പില്ലോ നമ്മൾ കൊടുക്കണം, അങ്ങനെ കിട്ടും. അപ്പം ബെഡ്, പില്ലോ, പിന്നെ അത് അവിടുത്തെ കൊതുകും അറ്റ്മോസ്ഫിയറൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മറ്റേ നോർമൽ നമ്മൾ കിട്ടുന്ന ലൂസ് ടൈപ്പ് മെറ്റീരിയൽ കൊതുകുവല യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മറ്റേ കമ്പി ഒരു ടെൻറ്റ് ടൈപ്പ് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുന്നത്. അത് ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും ഉണ്ട്. ഇത് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. ഒരു മീഷോയിലാണെങ്കിൽ ഒരു അറൗണ്ട് 200 മുകളിലോട്ട് എന്തായാലും ഉണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഒരു 300-400 സംതിങ് മുകളിലോട്ടും, അതുപോലെ ആമസോണിലും 400 മുകളിലോട്ട് സംതിങ് മുകളിലോട്ടാണ്. ഞാൻ മേടിച്ചത് 400 സംതിങ് മുകളിലോട്ടുള്ളതും. പിന്നെ എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് മീഷോന്നാണ്, അവൾ 200-300 സംതിങ് അങ്ങനെ വാങ്ങിയത്. പിന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ഡബിൾ ബെഡ് ആണോ സിംഗിൾ ബെഡ് ആണോ നോക്കിയിട്ട് വേണം പറയാം. അതിന് മുകളിലോട്ട് ബെഡ് ഉണ്ടാവില്ല, കാരണം നമുക്ക് ഹോസ്റ്റൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ നമ്മുടെ പേഴ്സണൽ പാഡ്, പിന്നെ അതെല്ലാം മെൻസ് കപ്പ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതെല്ലാം ഡിസ്പോസൽ കവേഴ്സ് വേറെ, പിന്നെ സ്നാക്സ്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് അതെല്ലാം, പിന്നെ നമ്മുടെ ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ ഈ മേക്കപ്പ് ആ സംഭവങ്ങൾ അത് നമ്മൾ വേസ്റ്റ് വെക്കണം കേട്ടോ. അത് പിന്നെ അല്ല നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമുക്ക് ഇല്ലാത്ത രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെയർ ലോസ്, സ്ട്രെസ്, ആൻസൈറ്റി അതൊക്കെ വരുന്നുണ്ട്. ഹെയർ കെയർ, സ്കിൻ കെയറിനായിട്ടുള്ള കാര്യങ്ങൾ 1-2 പ്രൊഡക്ട്സ് കരുതുന്നതായിരിക്കും നല്ലത്. പിന്നെ 2 വാട്ടർ ബോട്ടിൽ, ഒരു ഫ്ലാസ്ക്, പിന്നെ പറ്റും അലോടാണെങ്കിൽ ഒരു കെറ്റിൽ. പിന്നെ ഇവർ ലെക്ചർ നോട്ടാണ് തരിക. അപ്പോൾ കുറച്ച് ബുക്സ് കരുതിയാലും ഇല്ലെങ്കിലും കുറേ ബുക്സിൻ്റെ നമുക്ക് പ്രിൻ്റഡ് നോട്ടായിരിക്കും മിക്കവാറും തരുന്നത്. പിന്നെ PDF ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിലുള്ള ടാബ്, അപ്പോൾ അതുപോലെ ആക്സസറീസ്, അതുപോലെ പ്രിൻ്റഡിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാത്രമല്ല. അപ്പോൾ പിന്നെ ബാഗ്സും ഒരു എക്സ്ട്രാ ഒരു നല്ലൊരു ബാഗ്, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗിന് പകരം ഒരു ചെറിയോ അല്ലെങ്കിൽ ഒരു വലുതോ ടൈപ്പ് ആയിട്ടുള്ള ബാഗ് കരുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിലേ, ഞാനിപ്പോൾ ഗേൾസിൻ്റെ കാര്യമാണ് ഞാൻ കൂടുതലും പറയുന്നത്. കാരണം ബോയ്സിനൊക്കെ ആണെങ്കിൽ ഇത്രയും വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോകുന്നത് വലിയ ബാഗ് എടുത്ത് പോകും, അല്ലെങ്കിൽ ചെറിയ ബാഗ് എടുത്ത് പോകും. തിരിച്ച് വരുമ്പോൾ 2 കൊട്ടയെ എക്സ്ട്രാ ഒക്കെ കാണും. എനിക്ക് അങ്ങനെയാണ് ശീലം. പിന്നെ ഇവിടെ നിന്നൊന്നും സാധനം വാങ്ങാൻ നേരെ അവിടെ വീടിൻ്റെ കണ്ണൂരിൽ കൊണ്ടുവരികയും ചെയ്യും. അത് കേൾക്കാത്ത കുറ്റങ്ങളും കുറവുകളും ഒന്നും കയ്യാക്കലും ഒന്നുമില്ല. പക്ഷെ നമ്മളൊന്നും ഐ ഡോണ്ട് കെയർ. നമ്മളൊന്നും പോലെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇഷ്ടം, നമ്മളെങ്ങനെ നടക്കണം, നമ്മളെങ്ങനെ ഇരിക്കണം, നമ്മളെന്ത് പഠിക്കണം, നമ്മളെവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഫാമിലിയുടെ ഇഷ്ടമാണ്. പഠിക്കുന്ന കാര്യത്തോട്ട് വന്നാൽ 8 സെമ്മാണ്. അതിൽ 8 സെമ്മും എഴുതിയെടുക്കുന്ന പിള്ളേരുണ്ട്, അതല്ല എഴുതിയെടുക്കാത്ത തീരെ എഴുതിയെടുക്കാത്ത പിള്ളേരുണ്ടാവും. ചിലപ്പോൾ എന്നെ പോലെ അന്നും ഒന്നും തിരിയാതെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എവിടെ വെച്ച് തുടങ്ങണം എന്ന് അറിയാണ്ട് അന്നൊന്നുമില്ല എന്താണ്ട് ചിലത് പറ്റും, ചിലത് പറ്റൂല, അവർ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടുപോയി. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷെ നമ്മളിപ്പോൾ ഒരു കായലിൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കായലിൽ നിന്ന് അയ്യോ ഈ കായലിൽ വീണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനും പറ്റത്തില്ല. എന്നാൽ പെട്ടെന്ന് എനിക്ക് ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ, അല്ലെങ്കിൽ ഇവിടെ ഒരു കരയേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി നീന്താനും പറ്റത്തില്ല. ശരിക്കും ശരി ഏതാ തെറ്റ് ഏതാ ഒന്നും നമുക്ക് മനസ്സിലാകത്തുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മറ്റൊരാൾ ബോധിപ്പിക്കാനല്ലാത്ത നമ്മൾ നമുക്ക് വേണ്ടി നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്ത് ശരിയായാലും തെറ്റായാലും അതല്ല എന്ത് ട്രൈ ആയാലും നമ്മൾ ട്രൈ ചെയ്യാം. തോക്കുന്നത് ജയിക്കുന്നതല്ല, അത് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം ഞാൻ തോറ്റിട്ടാണ് തുടങ്ങിയത് തന്നെ. ആവറേജ് സ്റ്റുഡൻ്റാണ്, എന്നാലും പറ്റാതെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല, തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ചുറ്റിനും കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ഒരു വീക്ക് പോയിന്റിൽ നമ്മളൊന്ന് ഇത് നിർത്തി സാരില്ലേറെ പോട്ടെ അല്ല അത് ഈ ഒരു വഴി നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഫെയിലാണ്. പക്ഷേ നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ ഫെയിൽ വന്നാലും സക്സസ് ആയാലും നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ രക്ഷപ്പെട്ട് കാണേണ്ടത് നമ്മുടെ ഫാമിലിയുടെ ആഗ്രഹമാണ്. അപ്പം എന്ത് തന്നെ വന്നാലും നിർത്തി പോകാനൊക്കെ ഒരു പോയിന്റ് തോന്നും. എന്ന് വന്നാലും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് തൊലയുന്നതാണെങ്കിൽ അങ്ങ് തൊലഞ്ഞ് പോട്ടെ. ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ, നമ്മുടെ വിധിപുസ്തകത്തിൽ വിജയം നമുക്കുള്ളതാണെങ്കിൽ എന്തായാലും നമുക്ക് വരും. അതിപ്പോൾ എത്ര കാര്യം നീ എത്ര നിലവിളിച്ചാലും നീ ചാവേണ്ട സമയത്ത് നീ എന്തായാലും ചാവും. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ എൻട്രൻസിൻ്റെ കോമ്പറ്റീഷൻ എക്സാംസും അല്ലാത്ത സ്ട്രഗിൾസ് സഫർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഹേർട്ടും, അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടും ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടാ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടപ്പെട്ട ഹേർട്ട് കമൻറ്റ് ചെയ്തിടുക. വെറുതെ ഇത്രയും വീഡിയോ കണ്ടില്ലേ, ലൈക്ക് ചെയ്ത് പോവുക, സബ്സ്ക്രൈബ് ചെയ്തിടുക, കമൻറ്റ് ഇടുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യുക. അതല്ല ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.